പലപ്പോഴും നാം അറിയാത്തതും ചിന്തിക്കാത്തതുമായ തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ കടന്നു വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന് ദൈവം തൻ്റെ അത്ഭുതകരം കൊണ്ട് വിടുവിക്കുകയും ശത്രുവിനെ നിഗ്രഹിക്കുകയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 45 അധ്യായം 4 വാക്യം: താമ്രമതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് ഇരുട്ടിലെ നിക്ഷേപവും മറവിടവങ്ങളിലെ ഗുപ്തനദികളും ദൈവം നിങ്ങൾക്ക് തരും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും വഴിമുട്ടിയവരെ പോലെ നിൽക്കുമ്പോൾ ദൈവം നമ്മൾക്കായി ഒരു അത്ഭുതം ചെയ്യുവാൻ തുടങ്ങിയാൽ അതെ, നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ തന്നെ ദൈവം വെളിപ്പെടുത്തും. മിസ്രയീമിലൂടെ നടന്നു നീങ്ങിയ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയില്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് വെളിപ്പെട്ടു. എല്ലാ ദിവസവും ആഹാരം അവർക്ക് ലഭിച്ചു. അതെ, പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും പ്രതീക്ഷിക്കാത്ത വഴികളും ദൈവം അവർക്ക് വേണ്ടി തുറന്നു. അവർക്കെതിരെ കടന്നു വന്ന ശത്രു സൈന്യങ്ങളും ദുഷ്ടൻ്റെ എതിർപ്പുകളും കർത്താവ് അവർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്തു. ശത്രുവിനെയും ദുഷ്ടൻ്റെ ഉയർച്ചകളെയും തകർത്ത് കളഞ്ഞു. അതെ, ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുന്നത് ബലമുള്ള കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അവൻ്റെ ദയ അയച്ചും തൻ്റെ മക്കളെ വിടുവിക്കും എന്ന് നാം മറന്നു പോകരുത്. മീഖാ 2:13 പറയുമ്പോൾ അതെ, അവരുടെ രാജാവ് അവരുടെ മുൻപായി നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉയരുമ്പോൾ, തകർച്ചകൾ നേരിടുമ്പോൾ, താമ്രമതിലുകളെ തകർക്കുന്ന ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന, ശത്രുവിൻ്റെ ഉയർച്ചകളെ ഇല്ലായ്മ ചെയ്യുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ വഴികൾ, അത്ഭുതകരങ്ങൾ ദൈവം നമുക്കായി നീട്ടും. ദൈവം നമ്മെ സഹായിക്കട്ടെ.